ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ കാണുന്ന കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ബിരിയാണി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ദൈവമേ, നിനക്ക് വയ്യേ വീഡിയോ ചെയ്ത് എന്താ പ്രാന്തായോ എന്നായിരിക്കും നിങ്ങളെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എത്ര പേർക്കാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് തീരുമാനിക്കണം. അതിൻ്റെ അളവിൽ നമ്മൾ അരി എടുക്കണം. ആ അരിക്ക് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് റേഷ്യോയിൽ നമ്മൾ മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റി ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കുട്ടി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതെല്ലാം അതത് സമയത്ത് അതത് അളവിൽ കൂട്ടി അങ്ങനെ സെറ്റ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഹാപ്പി ലൈഫിൻ്റെ കുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ചിട്ട് നമ്മൾ അതിലോട്ടേക്ക് ഇടേണ്ടത് ഏറ്റവും ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ സുരക്ഷിതത്വം സമാധാനവുമാണ്. നമ്മൾ താമസിക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ നമ്മൾക്ക് സേഫ്റ്റി ആൻഡ് പീസ് ഇതുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ തോന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സമാധാനം ഇല്ലാത്തൊരു വീട്ടിലോട്ട് നമ്മൾക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് തോന്നില്ല. ഈ സുരക്ഷിതത്വം സമാധാനത്തിൽ കുറച്ച് കുഞ്ഞ് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട്. നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും വേപ്പിലയും ഉലുവയൊക്കെ ഇടുന്ന പോലെ തന്നെ ഒരു 4 കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരിക്കണം, അല്ലേ? ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും കുട്ടികളും താമസിക്കുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, അവർ പരസ്പരം സ്പെൻഡ് ചെയ്യുന്നില്ല സമയം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടായിരിക്കും? ഒരിക്കലും ഇല്ല. അപ്പം നമ്മൾ എപ്പോഴും എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും കുടുംബത്തിലുള്ള നമ്മളുടെ ആൾക്കാരുമായിട്ട് കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറന്നു പോകരുത്. നമ്മൾക്കൊരു ഇമോഷണൽ സപ്പോർട്ടിന് കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾക്ക് അത് വലിയ കാര്യമായിട്ട് നമ്മളെ ബാധിക്കില്ല. ബിക്കോസ് ഓക്കെ ഫൈൻ, ദേ ആർ വിത്ത് മീ. അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് തോന്നും. സെക്കൻഡായിട്ട് നമ്മൾക്ക് വേണ്ടത് മെൻ്റൽ സെക്യൂരിറ്റിയാണ്. അതായത് ഈ ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാവുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും വീട്ടമ്മമാർ, മറ്റുള്ള ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് വെളിയിൽ പോയി കഴിയുമ്പോൾ അവരൊറ്റയ്ക്കാവും. അപ്പോൾ അവർക്ക് കുറച്ച് സമയം കിട്ടിക്കഴിയുമ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. വല്ല ആവശ്യമുണ്ടോ? ചിലപ്പോൾ ലൈഫിൽ അതൊന്നും നടക്കത്ത് പോലും ഇല്ല. സോ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക, മെൻ്റൽ സെക്യൂരിറ്റി കൊണ്ടുവരിക. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. ഈ സന്തോഷമല്ലല്ലോ, സ്നേഹം നമ്മൾ പുഴുങ്ങി തിന്നാൽ വിശപ്പ് മാറില്ല എന്ന് പറയും. സീരിയസ്ലി കറക്റ്റാണ്. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് വരുന്ന വരുമാനം അനുസരിച്ച് വീട്ടമ്മയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. നമ്മൾക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ലൈഫ് ഈസ് അൺപ്രെഡിക്റ്റബിൾ ആണ്. സോ കുറച്ച് പൈസ എപ്പോഴും നമ്മൾ സേവിങ്സിലോട്ടേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഫോർത്ത് വൺ വരുന്നത് ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീട്, അത് വാടക വീടായിക്കോട്ടെ സ്വന്തം വീടായിക്കോട്ടെ, വൃത്തിക്കും മെനയ്ക്ക് അങ്ങോട്ട് കൊണ്ടു നടക്കുക. വൃത്തിയുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് സമാധാനം കിട്ടും. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളുടെ കലത്തിലോട്ടേക്ക് ഫസ്റ്റത്തെ കുഞ്ഞ് ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ വരുന്നത് നേച്ചർ ആൻഡ് ഹാർമണിയാണ്. പ്രകൃതിയുമായിട്ട് കുറച്ച് സമയം നമ്മൾ ഇടപെടുക. എൻ്റെ നാട്ടിലെ പറമ്പും ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് കമൻസ് വന്നു, നല്ല ഭംഗിയുണ്ട്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ. യെസ്, സീരിയസ്ലി നമ്മൾക്ക് പച്ചപ്പും ഹരിതാപവും കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും സമാധാനവും അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. സോ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെ 24 മണിക്കൂറും പണിയെടുത്തുകൊണ്ടിരിക്കാണ്ട് കുറച്ച് സമയം നമ്മൾ മുറ്റത്തോട്ടേക്ക് ഇറങ്ങി, ഈ പറമ്പിലോട്ടേക്ക് ഇറങ്ങി പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ട് മനസ്സിന് സന്തോഷവും കണ്ണിന് കുളിർമയും കൊടുക്കാൻ മറന്നു പോകരുത്. തേർഡ് വൺ, ലവ്, സ്നേഹം. നമ്മൾ ഒരു വീട്, ആ വീടിനുള്ളിൽ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് അവിടെ താമസിക്കാൻ തോന്നൂ. ആ സ്നേഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത പോലെ തന്നെ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പെരുമാറാനൊക്കെ നമ്മൾ പഠിക്കണം. ഫോർത്ത് വൺ, ഇതില്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉപ്പില്ലാതെ കഞ്ഞി പോലെ ഇപ്പോൾ നമ്മളുടെ ജീവിതം. ഹെൽത്ത്, മറ്റുള്ളവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വീട്ടിലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓടി നടക്കുന്നതിനിടയിൽ നമ്മളുടെ ആരോഗ്യം നോക്കാൻ നമ്മൾ മറന്നു പോകരുത്. സ്വന്തം ആരോഗ്യം നോക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല, അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്.
ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഒരു കോൺട്രിബ്യൂഷൻ. അതായത് നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലിക്ക് നമുക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുത്തു. നമ്മൾ ഈ ജീവിക്കുന്ന സൊസൈറ്റി, അതിൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? എനിക്കൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ കാരണം ഒരാൾക്ക് കുറച്ച് സന്തോഷം കിട്ടി, എനിക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ പറ്റി എന്നുള്ളൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് ഒരു പ്രത്യേക തരം സന്തോഷമായിരിക്കും. കാരണം ഓക്കെ, ഞാൻ കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടോ. അതേപോലെ തന്നെ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതത്ര ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ഒരാൾ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്, അവരിപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. മേ ബി ചിലപ്പോൾ നമ്മൾ അവരെ ഒരു 5 മിനിറ്റ് വിളിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു 5 മിനിറ്റ് നേരം അവരവരുടെ പ്രശ്നങ്ങൾ മറന്ന് ഒന്ന് സന്തോഷമാവും. അപ്പോൾ അതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. 7th വൺ എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിത്വം, ആത്മാഭിമാനവുമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ഇഷ്ടം, നമ്മൾക്കുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കളഞ്ഞ് കുടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അത് ജീവിതമേ അല്ല. സോ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും സ്വന്തം ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കളഞ്ഞിട്ട് ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിട്ടും ഒരു യൂസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 6 ഇൻഗ്രീഡിയൻസ് നമ്മുടെ കുടത്തിലോട്ടേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും കൂടെ ഒരേപോലെ എന്തെങ്കിലും കണക്കിലൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബിരിയാണി കിട്ടില്ലല്ലോ. പ്രോപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കിയാലല്ലേ നമ്മൾക്ക് നല്ല ബിരിയാണി കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം. അപ്പം കുക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ 6 ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, അതിൽ അളവുകൾ മാറ്റണം. നമ്മൾ ഈ ചൂടുകാലത്ത് നമ്മൾ ഐസ്ക്രീം കഴിക്കും, പക്ഷെ മഴ സമയത്ത് നമ്മൾ മറ്റേ സൂപ്പുകൾ, അങ്ങനത്തെ ചൂടുള്ള വിഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. മഴക്കാലത്തും ഐസ്ക്രീം കഴിക്കുന്നവരുണ്ട്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മുടെ സീസൺ അനുസരിച്ചിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തും. അതേപോലെ തന്നെ ഈ അളവുകളൊക്കെ അങ്ങനെയായിരിക്കണം. നമ്മളിപ്പോൾ ഫാമിലീൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. നമ്മൾക്കൊരു കുഞ്ഞായി കഴിയുമ്പം ആ കുഞ്ഞ് വളരെ ചെറിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂർ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും സ്പെൻഡ് ചെയ്യണേ. പക്ഷെ അത് വളർന്ന് വലുതായി കുറച്ച് കഴിയുമ്പം നമ്മൾ ആ ചെറുതിൽ 24 മണിക്കൂർ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത പോലെ നമ്മൾക്ക് പറ്റത്തില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ആ ഒരു പ്രായം ആകുമ്പോഴത്തേക്കും അയ്യോ ഞാൻ ചെറുതിൽ അവൻ്റെ കൂടെ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പം എനിക്കത് പറ്റുന്നില്ല എന്നോർത്ത് നമ്മൾ ആദ്യം പിടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരും, ആ ചേഞ്ചസ് അനുസരിച്ചിട്ട് നമ്മൾ മാറണം. അപ്പം ചെറുതിൽ നമ്മൾ അവൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു, നമുക്ക് വേണ്ടി അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. സോ അവർ വലുതാവുമ്പം കുറച്ച് സമയം നമുക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാം. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓവർ കുക്ക് ചെയ്യരുത്. നമ്മൾ ഈ ചോറ് വെക്കുമ്പോഴുണ്ടല്ലോ, അത് കുഴഞ്ഞ് പരിവായി കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് എനർജി കളഞ്ഞിട്ട് ആർക്കും വേണ്ടി പണിയെടുക്കാതിരിക്കുക. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ആരോഗ്യവും കുറച്ച് എനർജിയൊക്കെ സേവ് ചെയ്യുക. പിന്നെ അടച്ച് വെച്ച് വേവിക്കുക. നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടല്ലോ, ഫയർ നമ്മൾ സിമ്മിലിട്ടിട്ട് നമ്മൾ പയ്യെ സ്ലോ കുക്ക് ചെയ്തെടുക്കും. സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും ഈ തീ നമ്മൾ കുറച്ചിട്ടിട്ട് സ്ലോ കുക്ക് ചെയ്യുന്നത് പോലെ 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ പണികൾ തുടരാം. അപ്പോൾ നമ്മുടെ ലൈഫ് നല്ല അടിപൊളി കൊതിയൂറുന്ന ബിരിയാണി പോലെ അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഇതേപോലെ പല പല വിഭവങ്ങളും പല ഐറ്റംസും നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ലൈഫും അടിപൊളിയാവട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.